അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ഹോം അലോൺ. ഡയറക്ടർ ക്രിസ് കൊളംബസ് സംവിധാനം ചെയ്ത് 1990-ൽ പുറത്തിറക്കിയ അടിപൊളി കോമഡി ഫാമിലി മൂവിയാണ് ഹോം അലോൺ. ഈ മൂവിയെ പറ്റി അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. കുട്ടിക്കാലത്ത് കൊച്ചി ടിവിയിൽ 8 മണി ഹോളിവുഡ് മൂവി ഷോയിൽ ഈ മൂവി വരാൻ കാത്തിരിക്കുന്ന ഒരുപാട് മലയാളികൾ തന്നെ ഉണ്ടാകും. ഒരു ക്രിസ്മസ് സമയത്ത് തലേദിവസം രാത്രി മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു വീട് കാണിക്കുകയാണ്. ഒരുപാട് കൂട്ടുകുടുംബങ്ങൾ താമസിക്കുന്ന ഒരു വീടായിരുന്നു അത്. പിറ്റേന്ന് പാരീസിലേക്ക് ട്രിപ്പ് പോകുന്നത് കൊണ്ട് പെട്ടിയും സാധനങ്ങളുമൊക്കെ എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു അവരെല്ലാം. അവിടെ ഒരു പോലീസ് നിൽക്കുകയാണ്. അദ്ദേഹം എല്ലാവരെയും കിടന്ന് വിളിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ തിരക്കിനിടയിൽ ആരും തന്നെ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യുന്നില്ല. ഇവനാണ് കെവിൻ, നമ്മുടെ കൊച്ചു നായകൻ. അവിടെ അവന്റെ അച്ഛൻ പീറ്ററിനെയും അമ്മ കെയ്റ്റിനെയും കാണിക്കുകയാണ്. അവർ അവനോട് നാളെ പോകുന്നത് കൊണ്ട് നിന്റെ സാധനമൊക്കെ ഇപ്പോഴേ എടുത്തു വെക്കാനും നാളെ കിടന്ന് ധൃതി വെക്കേണ്ടതെന്നും പറയുന്നു. ഈ സമയത്ത് മറ്റേ പോലീസ് അവിടെയുള്ളവരോട് നിങ്ങൾ എത്ര പേരൊക്കെയാണ് പോകുന്നത്, നിങ്ങളുടെ അച്ഛനും അമ്മയും എല്ലാം പോകുമോ, ഇവിടെ ആരെങ്കിലും കാണുമോ എന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. കെവിൻ കൂടെയുള്ളവരോട് സാധനങ്ങൾ പാക്ക് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവരാരും അവനെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായില്ല. അതുകൊണ്ട് അവൻ അവിടെ കിടന്ന് ചാടി ബഹളം വെക്കുകയാണ്. ഇത് കണ്ട പോലീസ് അന്തം വിട്ട് നോക്കി നിൽക്കുന്നു. എന്നിട്ട് അകത്തേക്ക് പോയി ബസ് എന്ന് പറയുന്ന പയ്യനോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവനും അവനെ എന്തൊക്കെയോ പറഞ്ഞു വിരട്ടുന്നു. ഈ സമയത്ത് പുറത്ത് സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോയി നോക്കി അവർ കണ്ടത് റോഡ് സൈഡിൽ മഞ്ഞൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അപ്പൂപ്പനെയാണ്. അപ്പോൾ അപ്പൂപ്പനെ കണ്ടിട്ട് ബസ് എന്ന പയ്യൻ പറയാണ്, ഇദ്ദേഹം കുടുംബത്തിലെ എത്രയോ പേരെ കൊന്നിട്ടുണ്ടെന്നും നമ്മളെല്ലാം ഇദ്ദേഹത്തിനെ സൂക്ഷിക്കണമെന്നും പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് കെവിൻ പേടിച്ച് അദ്ദേഹത്തെ നോക്കുന്ന സമയത്ത് അദ്ദേഹം അവരെ ഒന്ന് നോക്കുന്നു. പെട്ടെന്ന് അവർ കർട്ടണിന് പിന്നിൽ ഒളിക്കുന്നു. ഈ സമയത്ത് പിസ്സ ബോയ് അവിടേക്ക് പിസ്സ കൊണ്ടുവരികയാണ്. അതവിടെ ഉണ്ടായിരുന്ന ഒരാൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. ഒപ്പം കഴിക്കാനായി എല്ലാ കുട്ടികളും താഴേക്ക് പോകുന്നു. എന്നാൽ പോലീസിനെ കണ്ട കെവിന്റെ അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. വേറൊരു പ്രശ്നമില്ലെന്നും ഇതുപോലത്തെ വലിയ വീടുകളിൽ നിന്നും ടൂറ് പോകുമ്പോൾ അകത്തു നിന്നും ഒന്നും മോഷണം പോകാതിരിക്കാൻ നമ്മൾ കണക്കെടുത്ത് ചെക്ക് ചെയ്യാൻ വന്നതാണെന്ന് പറയുന്നു. താഴെ എല്ലാവരും ആഹാരം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കെവിൻ അവിടേക്ക് വരുന്നു. കെവിൻ എന്നിട്ട് കഴിക്കാൻ തുടങ്ങുമ്പോൾ ബസ് അവനെ കളിയാക്കുകയാണ്. ഇത് കണ്ട് അവനിക്ക് ദേഷ്യം വന്ന് തല കൊണ്ട് ഇടിച്ച് പിന്നിലോട്ടിടുന്നു. അവിടെ ജ്യൂസൊക്കെ കമന്ന് താഴെ വീഴുന്നു. കുറച്ചു നേരത്തേക്ക് എല്ലാവരും കെവിനെ കുറ്റം പറയുകയാണ്. അപ്പോൾ അവന്റെ അമ്മ, ഇത് നീ കാണിച്ചത് നിനക്ക് ശിക്ഷയുണ്ടെന്ന് പറഞ്ഞ് അവനെ വിളിച്ചു കൊണ്ടുപോകുന്നു. പോകുന്ന വഴിക്ക് പിസ്സ ബോയിന് പൈസ കൊടുത്തിട്ട് പറഞ്ഞയക്കുന്നു. അപ്പോൾ പോലീസുകാരൻ അവരോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്വർണ്ണപ്പല്ല് കെവിൻ ശ്രദ്ധിക്കുന്നു. ശേഷം അവർ അവനെ വിളിച്ചുകൊണ്ട് മുകളിലോട്ട് പോകുന്നു. ഹാപ്പി ജേണി എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരൻ തിരിച്ചു പോവുകയാണ്. അവർ കെവിനെ 3ാമത്തെ നിലയിൽ കൊണ്ടുപോയി അവിടുത്തെ ബെഡ്റൂമിൽ കിടക്കാൻ പറഞ്ഞിട്ട്, നീ ഇന്ന് ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കിയത് കൊണ്ട് ഇതൊരു ശിക്ഷയാണെന്ന് പറയുന്നു. എല്ലാവരും അവനെ കുറ്റം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമത്തോടെ കിടക്കുന്നു. അങ്ങനെ സമയം ഒരുപാട് കടന്നു പോവുകയാണ്. രാവിലെ ആകുമ്പോൾ അവർക്ക് എയർപോർട്ടിൽ പോകാനുള്ള വണ്ടി വെളിയിൽ വന്ന് അവരെ കാത്തു നിൽക്കുകയാണ്. സമയം ഉച്ച 12 മണിയാകുന്നു. അവർ രണ്ടുപേരും എഴുന്നേറ്റ് മുഖാമുഖം നോക്കി നിന്നിട്ട് ഞെട്ടലോടെ സമയമായെന്ന് പറഞ്ഞ് ഒരുങ്ങാൻ പോവുകയാണ്. അവിടെ എല്ലാവരും വെപ്രാളത്തോടെ പോകാൻ റെഡിയാകുന്നു. ഈ സമയത്ത് പുറത്തുനിന്നും വന്ന ഒരു കുട്ടി എയർപോർട്ടിൽ പോകാൻ വന്ന ഡ്രൈവറോട് ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്നിട്ട് അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുന്നു. അപ്പോഴേക്കും അവിടുത്തെ കുട്ടികളെല്ലാം റെഡിയായി ഒരുങ്ങി നിൽക്കുന്നു. അതിലൊരു മുതിർന്ന പെൺകുട്ടി എല്ലാവരുടെയും കൗണ്ട് എടുക്കുകയാണ്. എന്നാൽ അബദ്ധത്തിൽ പുറത്തുനിന്നും വന്ന കുട്ടിയെ ഇവരുടെ കൂട്ടത്തിൽ ഉള്ളതാണെന്ന് കരുതി അവന്റെയും കൗണ്ട് എടുക്കുന്നു. കൗണ്ട് കറക്റ്റ് എന്ന് പറഞ്ഞ് കുട്ടികളെല്ലാം ആ വാനിലേക്ക് കയറാൻ അവൾ പറയുകയാണ്. അപ്പോഴേക്കും പുറത്തുനിന്നും വന്ന കുട്ടി എല്ലാവരോടും നല്ലൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. കെയ്റ്റ് എല്ലാവരുടെയും കൗണ്ട് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്നെയും കൂടെ ചേർത്ത് 11 പേരുണ്ടായിരുന്നുവെന്നും എല്ലാവരും വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ടെന്നും അവൾ പറയുന്നു. അങ്ങനെ അവർ എയർപോർട്ടിലേക്ക് യാത്ര പോവുകയാണ്. സമയമായതിനാൽ ആ കുടുംബമെല്ലാം എയർപോർട്ടിൽ നിലവിളിച്ചുകൊണ്ട് ധൃതിയിൽ ഓടുകയാണ്. അവസാനം കറക്റ്റ് സമയത്തിന് എത്തി ടിക്കറ്റ് കൈമാറി അവർ ഫ്ലൈറ്റിലേക്ക് കയറിയിരിക്കുന്നു. എന്നാൽ ഈ സമയത്ത് നമ്മുടെ കൊച്ചു നായകൻ കെവിൻ ഉറക്കമുണർന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് വരികയാണ്. 3ാമത്തെ നിലയിൽ കിടന്നത് കൊണ്ട് അവരുടെ ബഹളമൊന്നും കേൾക്കാതെ ഉറങ്ങിപ്പോയതായിരുന്നു അവൻ. ധൃതി വെച്ച് ഇറങ്ങിയത് കൊണ്ട് സ്വന്തം മകന്റെ കാര്യം പോലും ശ്രദ്ധിക്കാൻ പറ്റാതെ ഫ്ലൈറ്റിൽ വന്നതുമായിരുന്നു അവന്റെ അമ്മയും. മകൻ വീട്ടിൽ കിടക്കുന്ന കാര്യം അപ്പോഴും അവർ ഓർമ്മിക്കുന്നില്ല. അങ്ങനെ കെവിൻ അവിടെ കിടന്ന് ഉറക്കെ വിളിക്കുകയാണ്. പക്ഷെ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നെ പറ്റിക്കാൻ നോക്കണ്ടെന്നും എല്ലാവരും പെട്ടെന്ന് ഒളിച്ചിരിക്കാതെ ഇറങ്ങി വരാനും പറയുന്നു. എന്നിട്ട് അവൻ താഴെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെയും ആരും തന്നെ ഇരിപ്പില്ല. ആദ്യം കട്ടയ്ക്ക് പേടിയില്ലാതെ നിന്നിട്ട് പെട്ടെന്ന് പേടിച്ച് മുകളിലേക്ക് കയറി ഓടുന്നു.
ശേഷം അവൻ പുറത്തുപോയി നോക്കുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും കാർ അവിടെ കിടക്കുകയാണ്. ഇത് കണ്ടിട്ട് അവൻ ഹാളിൽ വന്നിരുന്നിട്ട് ഇന്നാണ് പാരീസിലേക്ക് പോകേണ്ടതെന്നും അവരെല്ലാം എന്നെ മറന്ന് പോയി ഫ്ലൈറ്റിൽ കയറി കാണുമെന്ന് ആലോചിച്ച് ഒരു നിമിഷം സൈലന്റ് ആകുന്നു. എന്നിട്ട് അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നിട്ട് ചാടി തിമിർക്കുകയാണ്. വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് അടിച്ചു പൊളിക്കാമെന്നുള്ള മോഹത്തിൽ അവൻ സന്തോഷമടക്കാൻ വയ്യാതെ ഓടിച്ചാടുന്നു. അങ്ങനെ ഒരുപാട് കഴിഞ്ഞ് കാലിന്മേൽ കാലൊക്കെ വെച്ച് ഒരു ഗൃഹനാഥനെ പോലെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് TV കാണുകയാണ്. ടിവിയിലെ പേടിപ്പിക്കുന്ന ഷോ അവനെ കൂടുതൽ പേടിപ്പെടുത്തുന്നു. ഇവിടെ ഫ്ലൈറ്റിൽ കെവിന്റെ അമ്മ അദ്ദേഹത്തിനോട് എനിക്കെന്തോ ഒന്നും മറന്നതുപോലെ തോന്നുകയാണെന്ന് പറയുന്നു. എന്നിട്ട് അവർ എന്തൊക്കെയോ പിച്ചുമ്പയും ഒക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് കെവിൻ എന്ന് വലിച്ചു ഞെട്ടലോടെ വിളിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ കെവിൻ അവന്റെ കുസൃതികൾ ഓരോന്നായി കാട്ടാൻ വേണ്ടി ആരംഭിക്കുകയാണ്. അതിനായി ഫസ്റ്റ് ഒരു വലിയ ബോർഡ് എടുത്ത് സ്റ്റെയർകേഴ്സിന്റെ മുകളിൽ നിന്നും ചറുവി താഴേക്ക് പോയി മഞ്ഞൾ വീഴുന്നു. ഈ സമയത്താണെങ്കിൽ ഫ്ലൈറ്റിൽ അവരെല്ലാം കൂടി ആലോചിച്ച് കെവിന്റെ കാര്യത്തെ പറ്റി പറയുകയാണ്. അവൻ കഴിച്ചു കാണുമോ, വീട്ടിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമായിരിക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെ സമയം രാത്രിയാകുന്നു. ഇവിടെ ഒരു വാനിൽ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ വേണ്ടി 2 കള്ളന്മാർ പ്ലാൻ ചെയ്ത് ഒരുങ്ങി നിൽക്കുകയാണ്. ഇതിൽ ഒരാളുടെ പേര് മാർവ്, മറ്റേയാളുടെ പേര് ഹാരി. പേരൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കും വലിയ കുപ്രസിദ്ധ കള്ളന്മാരായിരിക്കുമെന്ന്. എന്നാൽ ദിവസവും കഴിഞ്ഞു പോകാൻ വേണ്ടി ഓരോ വീട്ടിൽ കയറി മോഷ്ടിക്കുന്ന 2 പാവപ്പെട്ട കള്ളന്മാരായിരുന്നു ഇവർ. ഇവനാണ് ഹാരി. ഇവനെയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട കെവിന്റെ വീട്ടിൽ ട്രിപ്പ് പോകുന്നത് കൊണ്ട് സാധനങ്ങൾ ചെക്ക് ചെയ്യാൻ വന്ന പോലീസ്. ഇവന്റെ പരിപാടി ഇതുപോലെ ട്രിപ്പ് പോകുന്ന വീട്ടിൽ തലേന്ന് പോലീസ് വേഷത്തിൽ വന്ന് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് അവർ പോകുമ്പോൾ രാത്രി മോഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങും. ഇതായിരുന്നു ഇവരുടെ സ്ഥിരം പരിപാടി. ഈ നേരത്ത് ഇവിടെ കെവിൻ TV കണ്ട് ഉറങ്ങിപ്പോവുകയാണ്. അവിടെ അവർ വണ്ടിയും കൊണ്ടുവന്ന് ആദ്യം കയറാൻ പോകുന്ന വീട് നമ്മുടെ കെവിന്റെ വീടാണ്. അകത്തവൻ ഉണ്ടെന്ന കാര്യം ഇവർ അറിയുന്നില്ല. അവർ പുറത്തു നിന്നും നടന്നു പോകുമ്പോൾ അവരുടെ നിഴൽ കെവിൻ കാണുകയാണ്. ഇത് കണ്ടവൻ പേടിക്കുകയാണ്. ഇവർ പിൻവശത്ത് കൂടി ഡോറിനടുത്തേക്ക് എത്തുമ്പോൾ കെവിൻ അവിടെ അകത്ത് ലൈറ്റ് ഇടുന്നു. ഇത് കണ്ട് ഇവിടെ ആരോ ഉണ്ടെന്ന് മനസ്സിലായി അവർ തിരിച്ചു പോകുന്നു. ശേഷം നമ്മൾ പിന്നെ കാണുന്നത് പേടിച്ചു വിറച്ച് കട്ടിനടിയിൽ കിടക്കുന്ന കെവിനെയാണ്. അവനാകെ പേടിച്ചു പോയിരുന്നു. ഇവിടെ കെവിന്റെ അമ്മ എയർപോർട്ടിൽ ഇറങ്ങി പോലീസിനെ കോണ്ടാക്ട് ചെയ്യുകയാണ്. കുറച്ചു കഴിഞ്ഞ് കെവിൻ സ്വന്തമായിട്ട് സെൽഫ് മോട്ടിവേഷൻ ചെയ്യുന്നു. എന്നിട്ട് ഇതെന്റെ വീടാണെന്നും ഇവിടെ മോഷ്ടിക്കാൻ വരുന്നവരെ ഞാൻ ശരിപ്പെടുത്തുമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. തുടർന്ന് രണ്ടും കളിപ്പിച്ച് നിങ്ങളൊക്കെ ഇവിടെ വാടാ, എനിക്ക് പേടിയില്ലെന്നും പറഞ്ഞ് വിളിച്ചു കൂവുന്നു. അപ്പോഴേക്കും തലേ ദിവസം രാത്രി കണ്ട കുടുംബത്തിലെ ആൾക്കാരെ കൊന്നു എന്ന് പറഞ്ഞ മറ്റേ അപ്പൂപ്പൻ പുറത്തു നിൽക്കുന്നു. അയാളെ കണ്ട് പേടിച്ച് കണ്ടം വഴി ഓടി അവൻ തലയിൽ കൂടി പുതപ്പ് മൂടിക്കിടക്കുന്നു. ഇവിടെ കെവിന്റെ അമ്മ പോലീസിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞങ്ങളിവിടെ പാരീസിൽ നിൽക്കുന്നുവെന്നും എന്റെ മകൻ അവിടെ വീട്ടിൽ ഒറ്റയ്ക്കായി പോയെന്നും വീടിന്റെ അഡ്രസ്സ് തരാം, നിങ്ങൾ അവിടെ പോയി എന്റെ മകൻ സുരക്ഷിതമായി ഉണ്ടോ എന്ന് നോക്കാനും പറയുന്നു. ശരി മാഡം, നമ്മൾ വേണ്ടത് ചെയ്യാം, ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. അങ്ങനെ പോലീസ് അവിടേക്ക് എത്തി കതവിൽ തട്ടുകയാണ്. എന്നിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടെന്ന് ചോദിക്കുന്നു. കഷ്ടകാലത്തിന് ഇത് കേട്ട് കെവിൻ ഒന്നും മിണ്ടുന്നില്ല. കാരണം ഇത് നേരത്തെ വന്ന കള്ളന്മാരാണെന്ന് കരുതി പേടിച്ച് സൗണ്ട് ഉണ്ടാക്കാതെ ഇരിക്കുന്നു. റിപ്ലൈ ഒന്നും ഇല്ലാത്തതിനാൽ ആ പോലീസുകാരൻ ഹെഡിനെ വിളിച്ച് ഇവിടെയൊന്നും ഒരു കുട്ടിയുമില്ലെന്ന് പറയുന്നു. ഈ കാര്യം അറിഞ്ഞു കെവിന്റെ അമ്മ കൂടുതൽ പേടിക്കുന്നു. തുടർന്ന് അവർ തിരിച്ചു വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യുകയാണ്. പക്ഷേ തിരിച്ചു പോകുന്നത് കെവിന്റെ അമ്മ മാത്രമാണ്. അതും 2 ദിവസത്തിന് ശേഷം. കാരണം തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് ഇപ്പോൾ അടുത്തെങ്ങാനും ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ളവർ വന്ന സ്ഥലത്ത് പാരീസിൽ അവരുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ പിറ്റേന്നാവുകയാണ്. ഇവിടെ വീട്ടിൽ കെവിൻ ബസിന്റെ റൂമിനകത്ത് കയറി ക്യാഷൊക്കെ നോക്കുന്ന സമയത്ത് ഷോക്കേസ് പൊട്ടി അവനുമായി താഴേക്ക് വീഴുന്നു. പക്ഷെ അവനവിടെ പണം കിട്ടുകയാണ്. ഒപ്പം ബസ് വളർത്തുന്ന ചിലന്തി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് കെവിൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവരുടെ തൊട്ട് അയൽവാസിയായ മർഫി എന്ന് പറയുന്ന ആളുടെ വീടിന് മുന്നിൽ ഒരു വാൻ കിടക്കുന്നത് കാണുന്നു. അത് മറ്റേ കള്ളന്മാരുടേതാണെന്ന് ഇവൻ അറിയുന്നില്ല. ഈ സമയത്ത് അയാളുടെ വീട്ടിനകത്ത് അവർ സാധനങ്ങൾ മോഷ്ടിക്കുകയാണ്. അപ്പോഴേക്കും അവിടുത്തെ ടെലിഫോണിൽ കെവിന്റെ അച്ഛൻ പറഞ്ഞ വോയിസ് മെസ്സേജ് കേൾക്കുന്നു. ഹലോ മർഫി, എന്റെ മകൻ കെവിൻ വീട്ടിനകത്ത് ഒറ്റയ്ക്കായി എന്നും അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനും പറയുന്നു. ഇത് അവർ കേൾക്കുകയാണ്. ഇവിടെ കെവിൻ ഒരു ഷോപ്പിൽ കയറി ബ്രഷ് പർച്ചേസ് ചെയ്യുന്നു. എന്നാൽ പേയ്മെന്റ് കൊടുക്കാൻ നേരത്ത് ആ അപ്പൂപ്പൻ അവിടേക്ക് വന്ന് അവനെ തുറിച്ചു നോക്കുന്നു. ഇത് കണ്ടവൻ പേടിച്ച് പൈസ കൊടുക്കാൻ മറന്നു അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. കള്ളനെന്ന് വിചാരിച്ച് പിന്നാലെ ഒരു പോലീസുകാരനും ഓടുന്നു. അവിടെ വെച്ച് പോലീസുകാരൻ മറ്റൊരാളുമായി തട്ടി ഇടിച്ചു വീഴുന്നു. അങ്ങനെ കെവിൻ രക്ഷപ്പെടുകയാണ്. പോകുന്ന വഴിക്ക് അബദ്ധത്തിലാണ് ഞാൻ ഇത് ചെയ്തതെങ്കിലും ഞാനൊരു വലിയ തെറ്റുകാരനാണെന്ന് മനസ്സിലാലോചിച്ച് വിഷമിക്കുന്നു. അവിടെ മാറിവ് 2 സിങ്കിലും തുണി കൊണ്ട് മൂടി വെള്ളം തുറന്നു വിടുകയാണ്.
എന്നിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിലാക്കി അവിടെ നിന്ന് കടന്നു പോകുന്നു. അപ്പോഴേക്കും സൈഡിൽ കൂടി കെവിൻ നടന്നു വരികയാണ്. ജസ്റ്റ് മിസ്സിന് അവന്റെ ദേഹത്തിടിക്കാതെ അവർ ബ്രേക്ക് ചവിട്ടുന്നു. ഹാരി കെവിനോട് സോറി പറഞ്ഞിട്ട് മെരി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുമ്പോൾ ഗോൾഡ് പല്ല് തിളങ്ങുന്നത് കാണുന്നു. ഇത് കണ്ട് തലേ ദിവസം രാത്രി വന്ന പോലീസാണെന്നും അദ്ദേഹമാണ് ഇയാളാണെന്ന് കെവിന് മനസ്സിലായി. ഞെട്ടലോട് നോക്കിയിട്ട് അവൻ തിരിഞ്ഞു നടക്കുകയാണ്. ഇത് കണ്ട് എന്നെ ആ കുട്ടി ഞെട്ടലോട് നോക്കിയെന്നും എന്തോ ഒരു പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് ഹാരി വണ്ടിയെടുത്ത് അവനെ ഫോളോ ചെയ്യുകയാണ്. അന്നേരം അവൻ അവിടെ നിന്നും ഓടി തള്ളുകയാണ്. എന്നിട്ട് ചർച്ചിന്റെ അടുത്ത് വന്ന് ഒളിച്ചിരിക്കുന്നു. അത് കാണാതെ അതുവഴി അവർ കടന്നു പോവുകയാണ്. ശേഷം കെവിനോട് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ സമയം രാത്രിയാകുന്നു. എന്നത്തെയും പോലെ അവർ അവിടേക്ക് വരികയാണ്. എന്നാൽ അവർ കണ്ടത് കെവിന്റെ വീട്ടിൽ ഡിന്നറൊക്കെ കഴിച്ച് പാട്ടൊക്കെ പാടി കുറെ ആൾക്കാർ അകത്തിരിക്കുന്നതാണ്. ഇത് കണ്ട് മാർവ് അവരെല്ലാം തിരിച്ചെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ പാരീസിൽ നിന്നും ഒരു ദിവസം കൊണ്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നനാട മലരെ എന്ന് ഹാരി പറയുകയാണ്. എന്നാൽ അകത്ത് നടക്കുന്നതെല്ലാം നമ്മുടെ കെവിന്റെ പണികളാണ്. പല ഡെമ്മികളിൽ കയറ് കെട്ടി ആൾക്കാരുള്ളത് പോലെ കാണിച്ച് ആ മണ്ടന്മാരെ പറ്റിക്കുകയാണ്. അയ്യോ, ഇവിടെ ആളുണ്ട്, ഇന്ന് കയറണ്ട, നമുക്ക് നാളെ രാത്രി വരാമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോവുകയാണ്. ഇത് കണ്ട് കെവിൻ ഇത്രയ്ക്കും വലിയ മണ്ടന്മാരായ കള്ളന്മാരാണല്ലോ എന്ന് ആലോചിച്ച് ചിരിക്കുന്നു. എന്നാൽ അവിടെ പാരീസിൽ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. കെവിന്റെ അച്ഛനാണെങ്കിൽ മകന്റെ കാര്യമറിയാൻ അയൽവാസികളായ എല്ലാവരെയും വിളിക്കാൻ ശ്രമിക്കുന്നു. അതിലൊരു പെണ്ണ് കെവിന്റെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ കെവിൻ പിസ്സ ഓർഡർ ചെയ്യുകയാണ്. അങ്ങനെ പിസ്സ ബോയ് അവിടേക്ക് വരുന്നു. ഡോറിന്റെ മുമ്പിൽ ഒരു പേപ്പർ എഴുതിയിരിക്കുകയാണ്. അതിൽ പിറകുവശത്തെ ഡോറിന് സമീപത്ത് വരാൻ പറയുന്നു. അതുപ്രകാരം പിസ്സ ബോയ് അങ്ങോട്ടേക്ക് പോകുന്നു. നിങ്ങളുടെ പിസ്സ എത്തിയിട്ടുണ്ടെന്ന് വെളിയിൽ നിന്ന് പറയുമ്പോൾ അതിന്റെ മറുപടി കെവിൻ ടിവിയിൽ ഒരു ഷോ ഓൺ ചെയ്ത് അതിലൊരു മുതിർന്ന ആളുടെ സംസാരം സൗണ്ട് കൂട്ടി കേൾപ്പിക്കുകയാണ്. ഇടിച്ചു താഴ്ത്തിയുള്ള സംസാരം കേട്ട് അവൻ ദേഷ്യത്തോടെ നിൽക്കുന്നു. അവൻ വിചാരിക്കുന്നത് അകത്ത് ആരോ ഒരാൾ അവനെ കുറ്റം പറയുകയാണെന്നാണ്. എന്നാൽ ടിവിയിൽ കൂടെ തന്നെ പറ്റിക്കുന്നതാണെന്ന് പാവം പിസ്സ ബോയ് അറിയുന്നില്ല. കെവിൻ പൈസ താഴെ കൂടെ പുറത്തേക്കിടുന്നു. അതവൻ എടുത്ത് തിരിച്ചു പോകുന്നതിനിടയ്ക്ക് നിനക്ക് ഞാൻ 10 സെക്കൻഡ് സമയം തരുമെന്നും അതിനുള്ളിൽ നീ പോയില്ലെങ്കിൽ ഞാൻ നിന്നെ വെടിവെക്കുമെന്ന ഡയലോഗ് കെവിൻ പ്ലേ ചെയ്യുന്നു. തുടർന്ന് ടിവിക്കകത്ത് വെടിവെക്കുകയാണ്. ഈ സൗണ്ട് കേട്ട് അത് റിയലാണെന്ന് വിചാരിച്ച് അവൻ പേടിച്ചോടി തള്ളുകയാണ്. ഇതൊക്കെ കണ്ട് കുസൃതിക്കാരനായ കെവിൻ അവിടെ ചിരിച്ചു മറിയുകയും പിസ്സ എടുത്തോണ്ട് പോവുകയും ചെയ്യുന്നു. ശേഷം അവന്റെ ഫാമിലി ഫോട്ടോയൊക്കെ നോക്കി വിഷമത്തോടെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി. കെവിൻ ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വെയിറ്റ് കാരണം 2 കവറും പൊട്ടുകയാണ്. സമയം ഉച്ചയോടെ അടുക്കുന്നു. പുറത്ത് നമ്മുടെ കള്ളന്മാർ വാനും കൊണ്ടുവന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഇന്ന് കൊണ്ട് ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് ഹാരി പറയുന്നു. അതിനായി മാർവ് പിൻവശത്ത് ഡോറിന്റെ ഫ്രണ്ടിൽ വന്ന് നോക്കുമ്പോൾ കെവിൻ അത് കാണുകയാണ്. പെട്ടെന്ന് ഇന്നലെ പിസ്സ ബോയിനെ പറ്റിച്ചതുപോലെ അവൻ ടിവി അവിടെ ഓൺ ചെയ്യുകയാണ്. അതേ സെയിം ഡയലോഗ് മാർവിനെയും കേൾപ്പിക്കുന്നു. എന്നാൽ ഇത്തവണ ഒരുക്കിയ കുസൃതി ഒരു പാത്രത്തിൽ അവൻ മാരപ്പടക്കം വെച്ച് തീ കൊളുത്തുന്നു. അപ്പോൾ അതിന്റെ സൗണ്ട് കേട്ട് തന്നെ ആരോ വെടിവെക്കുകയാണെന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും കവർ ചെയ്ത് ജീവനും കൊണ്ട് മാർവ് രക്ഷപ്പെടുന്നു. വളരെ കോമഡിയായ കാഴ്ച തന്നെയാണിത്. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് കെവിൻ മനസ്സിൽ പറയുന്നു. മാർവ് ഹാരിയോട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നെ ആരോ വെടിവെച്ച് കൊല്ലാൻ നോക്കിയെന്നും അവിടെ ആൾക്കാരുണ്ടെന്നും പറയുന്നു. അതെങ്ങനെ ശരിയാവും? അവർ പാരീസിലേക്ക് പോയതല്ലേ, പെട്ടെന്നെങ്ങനെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവൻ അത്ഭുതത്തോടെ നോക്കുന്നു. ഒരു കൊച്ചുകുട്ടിയാണ് തങ്ങളെ ഇങ്ങനെ മണ്ടന്മാരാക്കുന്നതെന്ന് അവർ അറിയുന്നില്ല. അങ്ങനെ കെവിന്റെ അമ്മ പാരീസിൽ നിന്നും സ്ക്രാൻഡൺ എന്ന എയർപോർട്ടിലേക്ക് വന്ന് അടുത്ത ഫ്ലൈറ്റ് നോക്കുമ്പോൾ സീറ്റ് എല്ലാം ഫുള്ളാവുകയാണ്. ഇനി നിങ്ങൾക്ക് പോകാനുള്ള ഫ്ലൈറ്റ് നാളെ രാവിലെ ഉള്ളൂ എന്ന് പറഞ്ഞത് കേട്ട് അവർ അവിടെ ബഹളം വെക്കുന്നു. ഇത് കണ്ട് തൊട്ടടുത്ത് നിന്ന ഒരാൾ വന്ന് അവരുടെ കാര്യങ്ങൾ തിരക്കുന്നു. അവരെല്ലാം നടന്നതുപോലെ പറയുകയാണ്. ഇത് കേട്ട് അദ്ദേഹം നമ്മളൊരു ബാൻഡ് മേളക്കാരാണെന്നും നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലായെന്നും നമ്മൾ വണ്ടിയിൽ ചിക്കാഗോയിലേക്ക് പോകുന്നുവെന്നും നിങ്ങളെ വേണമെങ്കിൽ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്നും പറയുന്നു. ഇത് കേട്ട് അവർക്ക് സന്തോഷമായി ഒരുപാട് നന്ദിയൊക്കെ പറയുകയാണ്. ഇവിടെ കെവിൻ പുറത്തേക്ക് വന്ന് രാത്രി ക്രിസ്മസ് ട്രീ ഒരുക്കാനുള്ള മരം വെട്ടുന്നു. ഇത് വണ്ടിയിലിരുന്ന ഹാരി കാണുകയാണ്. തുടർന്ന് മാർവിനെ വിളിച്ചു കാണിക്കുന്നു. അങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കുമ്പോൾ പുറത്തു നിന്നും ഹാരി അവനെ നോക്കുന്നുണ്ടായിരുന്നു. ഇത് കെവിൻ കാണുകയും അവൻ ഒരു ബുദ്ധി പ്രയോഗിക്കുകയും ചെയ്യുന്നു. അച്ഛ, ഈ ട്രീ ഒരുക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ഹാളിൽ നോക്കി പറയുകയാണ്. എന്നാൽ തന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് ഹാരിക്ക് കാര്യം മനസ്സിലാകുന്നു.
റോട്ടിൽ വെച്ച് കണ്ട കുട്ടി ഇവനാണെന്ന് ഹാരിക്ക് മനസ്സിലായി മാർവിനോട് കാര്യം പറയുകയാണ്. ഈ വീട്ടിൽ ഇവൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നും ഇവനാണ് നിന്നെ പറ്റിച്ചതെന്നും പറഞ്ഞ് അവർ പോകുന്നു. എന്നിട്ട് ദൂരെ മാറി ഇന്ന് രാത്രി 9 മണിക്ക് നമുക്ക് ഇവിടെ വരാമെന്ന് പറയുന്നത് കെവിൻ ജനലിൽ നിന്നും കേൾക്കുകയാണ്. അവിടെ കെവിന്റെ അമ്മ അവരോടൊപ്പം വണ്ടിയിൽ കയറി മോന്റെ അടുത്തേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. സമയം രാത്രിയാകുന്നു. കെവിൻ വേഷം കെട്ടിയ സാന്താക്ലോസിന്റെ അടുത്തേക്ക് പോയി സംസാരിച്ച് മുട്ടായിയൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ട് നടന്നു പോകുന്ന വഴിക്ക് തൊട്ടടുത്ത വീട്ടിൽ കുട്ടികളെല്ലാം അവരുടെ ഫാമിലിയോട് ചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത് അവൻ കാണുകയാണ്. ഇതൊക്കെ കണ്ട് താൻ ഒറ്റയ്ക്കായെന്ന കാര്യം ആലോചിച്ച് കൂടുതൽ വിഷമിക്കുന്നു. ശേഷം അവൻ ചർച്ചിൽ പോവുകയാണ്. അവിടെ ഒരുപാട് കുട്ടികൾ കരോൾ പാട്ട് പാടുന്നു. അവൻ അവിടെ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് മറ്റേ അപ്പൂപ്പൻ ഇരിക്കുന്നത് കാണുന്നു. അദ്ദേഹം അവന്റെ അടുത്ത് വരുമ്പോൾ ഇത്തവണ അവൻ പേടിച്ചോടാതെ ധൈര്യം പിടിച്ചിരിക്കുകയാണ്. അപ്പൂപ്പൻ അവനോട് മേരി ക്രിസ്മസ് ഒക്കെ പറഞ്ഞു ചിരിക്കുന്നു. എന്നിട്ട് അടുത്ത് വന്നിരുന്ന് ആ പാട്ട് പാടുന്നതിൽ ഒരു കുട്ടി എന്റെ ചെറുമകളാണെന്ന് പറയുന്നു. എന്നിട്ട് താൻ ഇവിടെ വരേണ്ട കാരണം കെവിനോട് പറയുകയാണ്. എന്റെ മകനുമായിട്ട് ഞാൻ പിണക്കത്തിലാണെന്നും ഞാൻ വീട്ടിൽ പോകില്ലെന്നും അതുകൊണ്ടാണ് ചെറുമകളെ കാണാൻ ഇവിടെ വന്നതെന്നും പറയുന്നു. ഇതൊക്കെ കേട്ട് കെവിന് അപ്പൂപ്പനോട് സഹതാപം തോന്നുന്നു. ഇദ്ദേഹം പാവമാണെന്നും കുടുംബത്തിലെ ആൾക്കാരെ കൊന്നുവെന്ന് ആളുകൾ വെറുതെ പറഞ്ഞു പറ്റിച്ചതാണെന്ന് അവന് മനസ്സിലായി. സത്യത്തിൽ അദ്ദേഹം പാവമാണ്. അദ്ദേഹം കെവിന് ജീവിതത്തിൽ തെറ്റുപറ്റാതിരിക്കാൻ വേണ്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് മോട്ടിവേഷൻ ചെയ്യുന്നു. ശേഷം കെവിൻ അപ്പൂപ്പനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. അവനോട് വീട്ടിനകത്തേക്ക് വന്നിട്ട് ഇതെന്റെ വീടാണെന്നും അവരെ എനിക്ക് തടഞ്ഞേ മതിയാകുമെന്ന് പറഞ്ഞ് കള്ളന്മാർക്കുള്ള കെണി ലേ ഔട്ട് വരയ്ക്കുകയാണ്. ഹാളിന്റെ ഫ്രണ്ടിൽ കൂർത്ത മുള്ളുള്ള കളിപ്പാട്ടങ്ങൾ എടുത്തു വെക്കുന്നു. ഫ്രണ്ട് സ്റ്റെപ്പിൽ ചർവി വീഴാൻ ഓയിൽ ഒഴിക്കുകയാണ്. ശേഷം ഇരുമ്പ് കമ്പി കറണ്ടിൽ കൊടുത്തിട്ട് ഡോറിന്റെ പിടിയിൽ വെക്കുന്നു. അണ്ടർഗ്രൗണ്ടിന്റെ സ്റ്റെപ്പിൽ പശ തേച്ചിട്ട് ആണി തറച്ച് വെക്കുകയാണ്. അങ്ങനെ ഒരുപാട് കെണി അവർക്ക് വേണ്ടി കരുതി വെച്ചിട്ട് അവസാനം തൊട്ടടുത്തുള്ള ഏറുമടത്തിൽ അവന്റെ വീടുമായി ഒരു റോപ്പ് കണക്ട് ചെയ്യുന്നു. ഈ കള്ളന്മാർ പഞ്ചുവാരിറ്റിയിൽ ഒന്നാമതാണ്. കാരണം കറക്റ്റ് 9 മണി എന്നുള്ള സമയമായപ്പോൾ അവർ അവിടെ എത്തിയിരുന്നു. അകത്ത് കെവിൻ ആഹാരം കഴിക്കാൻ തുടങ്ങുമ്പോൾ 9 മണിയുടെ അലാറം ക്ലോക്കിൽ കേൾക്കുന്നു. അവർ എത്തിയെന്ന് മനസ്സിലായി അവൻ അവിടെ നിന്നും കഴിക്കാതെ എണീച്ചു പോവുകയാണ്. എന്നിട്ട് റബ്ബർ ബുള്ളറ്റ് കണ്ണുമായി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും അവരവിടേക്ക് വന്ന് എടാ മോനെ, നീ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് നമുക്കറിയാമെന്നും നിന്നെ ഇന്ന് നമ്മൾ ശരിപ്പെടുത്തുമെന്ന് പറയുന്ന സമയത്ത് താഴെ കൂടെ ഹാരിയുടെ കാറിൽ വെടിവെക്കുന്നു. അവൻ വന്ന് താഴേക്ക് വീഴുമ്പോൾ എന്താണ് പറ്റിയതെന്നറിയാൻ മാർവ് അകത്തേക്ക് മുഖം വെച്ച് നോക്കുമ്പോൾ അടുത്ത റബ്ബർ ബുള്ളറ്റ് കൊണ്ട് നെറ്റിൽ ഒരൊറ്റ അടി. അതോടെ അവനും പിറകിലോട്ട് വന്ന് വീഴുന്നു. ഇന്ന് നിന്നെ പിടിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് ഹാരി മുമ്പിലത്തെ ഡോറിൽ കൂടെയും മാർവ് പിന്നിലത്തെ ഡോറിൽ കൂടെയും പോകുന്നു. മാർവ് കാല് വെച്ച ഉടനെ ദാ കിടക്കുന്നു താഴെ. അവൻ അവിടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹാരി സ്റ്റെപ്പിന് മുകളിൽ നിന്നും ഒരു 5 തവണയെങ്കിലും താഴേക്ക് വന്ന് വീഴുന്നു. അവസാനം മാർവ് ഡോറ് കുത്തി തുറക്കുകയാണ്. എന്നിട്ട് മുമ്പിൽ കണ്ട വയർ ലൈറ്റ് പിടിച്ച് താക്കുമ്പോൾ മുകളിൽ നിന്നും ഒരു ഇസ്തിരിപ്പെട്ടി വന്ന് തലയിൽ വീഴുന്നു. ഒരു നിമിഷത്തേക്ക് അവന്റെ ബോധം പോയിട്ട് കണ്ണ് തുറക്കുന്നു. ഇവിടെ അവസാനം കഷ്ടിച്ച് ഹാരി മുകളിലേക്ക് കയറുകയാണ്. എന്നിട്ട് അവൻ വെച്ച പണിയറിയാതെ ഡോറിന്റെ പിടിയിൽ പിടിക്കുമ്പോൾ കൈ അവിടെ പൊള്ളുന്നു. നിലവിളിച്ചുകൊണ്ട് അതുമായി അവൻ മഞ്ഞിലേക്ക് ചാടി കൈ തണുപ്പിക്കുന്നു. തുടർന്ന് കൈ നോക്കുമ്പോൾ ഡോറിന്റെ M എന്നുള്ള സിമ്പൽ കയ്യിൽ പതിഞ്ഞ് വെന്ത് പഴുത്തിരിക്കുകയാണ്. അവിടെ മാർവ് സ്റ്റെപ്പിൽ കൂടി മുകളിലോട്ട് കയറുമ്പോൾ ആണിൽ ചവിട്ടി ദാ കിടക്കുന്നു പിന്നെയും താഴെ. ശേഷം ഹാരി പിന്നിലത്തെ ഡോറിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ആദ്യം അത് ചൂടുണ്ടോ എന്ന് നോക്കുന്നു. ഇല്ലാത്ത പക്ഷം ഡോർ തുറക്കുമ്പോൾ കയർ വലിഞ്ഞ് തീ അവന്റെ തലയിലേക്ക് സ്പ്രേ ചെയ്യുന്നു. പഴയതുപോലെ തന്നെ വീണ്ടും അവൻ ചാടി തല മഞ്ഞൾ വെച്ച് തണുപ്പിക്കുന്നു. അവസാനം അവൻ ദേഷ്യം കൊണ്ട് രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് കയറി നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാൽ കൊല്ലുമെന്ന് പറഞ്ഞ് അടുത്ത ഡോർ തുറക്കുന്നു. പെട്ടെന്ന് മുഖത്ത് ഒരു സ്റ്റിക്കർ വന്ന് അടിക്കുന്നു. അത് മാറ്റി ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ കയറിൽ കാൽ തട്ടി ഫാൻ ഓണായി അതിന്റെ ശക്തിയിൽ അവന്റെ മുഖത്ത് കോടിത്തൂവലുകൾ വന്ന് അടിക്കുന്നു. മഞ്ഞിൽ വീണ പ്രതിമയെ പോലെയാണ് ഇപ്പോൾ അവന്റെ അവസ്ഥ. ഈ സമയത്ത് മാർവ് പുറത്തേക്ക് വന്ന് തൊട്ടടുത്ത് കണ്ട ജനലിൽ കൂടി അകത്തേക്ക് കയറുന്നു. വന്നിറങ്ങി കാൽ വെച്ചത് കളിപ്പാട്ടത്തിന്റെ കൂർത്ത മൂർച്ചയുള്ള ഭാഗത്തായിരുന്നു. കാലിന്റെ അടിഭാഗം അടപടലം പോകുന്നു. ശേഷം അകത്ത് വെച്ച് രണ്ടുപേരും പരസ്പരം കാണുകയാണ്. ഈ ഒരു കൊച്ചുകുട്ടിയെ പിടിക്കാനാണ് നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് അവർ പറയുമ്പോൾ ധൈര്യമുണ്ടെങ്കിൽ എന്നെ വന്ന് പിടിച്ചുവെന്ന് മുകളിലത്തെ സ്റ്റെപ്പിലിരുന്ന് കെവിൻ പറയുന്നു. അത് ശരി, ഇന്ന് നിന്നെ കാണിച്ചു തരാമടാ എന്ന് പറഞ്ഞ് രണ്ടും വരുമ്പോൾ ദാ കിടക്കണം പിന്നെയും താഴെ. എന്നിട്ട് അവർ സ്റ്റെപ്പിൽ കൂടെ കയറി വരുമ്പോൾ പെയിന്റ് ടിന്ന് കയറിൽ കെട്ടി താഴേക്കിടുന്നു.
എന്നാൽ ഹാരി മാറുകയും അത് വന്ന് മാർവിന്റെ മുഖത്ത് വന്നടിച്ച് വീഴുകയും ചെയ്യുന്നു. നിനക്ക് കണ്ണ് കണ്ടുകൂടെടാ, നോക്കി കയറിക്കൂടെ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അടുത്ത ടിന്ന് വന്ന് ഹാരിയുടെ മുഖത്ത് ഒറ്റയാടി. അവനും വന്ന് താഴേക്ക് വീഴുകയാണ്. ഈ സമയം കൊണ്ട് കെവിൻ പോലീസിനെ ഫോൺ വിളിച്ച് അഡ്രസ്സ് കൊടുത്തിട്ട് വീട്ടിൽ കള്ളന്മാർ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ നിലയിൽ ഓടുമ്പോൾ പിന്നിൽ വന്ന ഹാരി കയറിൽ തട്ടി ദാ കിടക്കുന്നു. പക്ഷെ മാർവ് ചാടി അവന്റെ കാലിൽ പിടിക്കുകയാണ്. ഈ നേരത്ത് മുമ്പിൽ മറ്റേ ചിലന്തിരിക്കുന്നത് കെവിൻ കാണുകയും അതെടുത്ത് മാർവിന്റെ മുഖത്ത് വെക്കുകയും ചെയ്യുന്നു. അവനാകെ പേടിച്ച് വിളിക്കുന്ന സമയത്ത് കെവിനോട് രക്ഷപ്പെടുകയാണ്. എന്നിട്ട് മുകളിലത്തെ കയറിൽ കൂടെ അപ്പുറത്തെ ഏറുമടത്തിലേക്ക് അതിമനോഹരമായി ചർവി പോകുന്നു. അവർ വന്നു നോക്കുമ്പോൾ കെവിൻ അപ്പുറത്ത് നിൽക്കുകയാണ്. എന്നെ പറ്റുമെങ്കിൽ ഇനിയും വന്ന് പിടിക്കാനെന്ന് പറഞ്ഞിട്ട് അവൻ താഴേക്ക് പോകുന്നു. എന്നാൽ മണ്ടന്മാരായ അവർ കയറിൽ കൂടി തൂങ്ങി അപ്പുറത്തേക്ക് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോഴേക്കും കെവിൻ അവിടേക്ക് വന്ന് കയറിനെ കട്ട് ചെയ്യുന്നു. ടാർസൻ കാട്ടിലൂടെ തൂങ്ങിപ്പോകും പോലെ അവർ മതിലിൽ വന്ന് ഒരൊറ്റയാടി. കുറച്ചു നേരത്തേക്ക് ബോധമില്ല. ശേഷം കെവിനോട് തൊട്ടടുത്തുള്ള മർഫിയുടെ വീട്ടിനകത്ത് കൂടെ പോയി ഡോർ തുറക്കുമ്പോൾ മുമ്പിൽ അവർ നിൽക്കുന്നു. ഇങ്ങ് വാടാ കൊച്ചു മലരെ എന്ന് പറഞ്ഞ് അവനെ ഒരു കുളത്തിൽ തൂക്കിയിടുകയാണ്. എന്നിട്ട് ചെയ്തതിനൊക്കെ നിന്നെ നമ്മൾ ഇപ്പോൾ ശരിപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവന്റെ കൈനെ കടിക്കാൻ പോകുമ്പോൾ മറ്റേ അപ്പൂപ്പൻ അവിടേക്ക് വന്ന് രണ്ടെണ്ണത്തിന്റെ തലയിൽ അടി കൊടുത്ത് കെവിനെയും എടുത്തുകൊണ്ട് പോകുന്നു. അവസാനം അവിടെ പോലീസ് വന്ന് അവർ രണ്ടുപേരെയും പിടിക്കുകയാണ്. ഇത് കെവിൻ ജനലിൽ കൂടെ കണ്ടിട്ട് ഹാരിക്ക് ടാറ്റ കൊടുക്കുന്നു. നിന്നെ എന്നെങ്കിലും എന്റെ കയ്യിൽ കിട്ടുമുടാ എന്ന് പറഞ്ഞ് ഹാരി ജയിലിലേക്ക് പോവുകയാണ്. അങ്ങനെ പിറ്റേന്നാവുന്നു. കെവിൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ മുഴുവൻ കൊടും മഞ്ഞാണ്. എന്നിട്ട് അകത്തേക്ക് പോകുമ്പോൾ അവിടെ അവന്റെ അമ്മ എത്തുകയാണ്. അമ്മ അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവൻ അവിടെ നിൽക്കുന്നു. ഒരു നിമിഷം സൈലന്റായി നിന്നിട്ട് അവൻ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. ഇങ്ങനെ സംഭവിച്ചതിൽ അമ്മ അവനോട് സോറി പറയുന്നു. അപ്പോഴേക്കും അവിടെ അവന്റെ അച്ഛനും ബാക്കിയുള്ളവരും വരുന്നു. നീ ഇല്ലാതെ ഒരു ക്രിസ്മസ് ഇല്ലെന്ന് പറഞ്ഞ് അവനെ ആശംസിക്കുന്നു. ബസ് നീ ഒരു മിടുക്കനാണെന്ന് കെവിനോട് പറയുന്നു. എന്നിട്ട് അവൻ പുറത്തേക്ക് പോയി നോക്കുമ്പോൾ മറ്റേ അപ്പൂപ്പൻ മകനും ചെറുമകൾക്കൊപ്പം സന്തോഷത്തോടെ നിൽക്കുന്നു. അവരുടെ പിണക്കമെല്ലാം മാറി ഒരുമിച്ചു. ഇത് കണ്ട് കെവിന് സന്തോഷമാവുന്നു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.